നല്ലൊരു പ്രഭാതം ദൈവം നൽകുന്നതിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 17-ാം വാക്യം. ദ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേർഡ്സ് 17. നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസികതകൾ, കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, രോഗത്തിൻ്റെ അവസ്ഥകൾ, പലവിധ ഭാരങ്ങൾ, ഇതൊക്കെ മാറും. നമ്മുടെ അപ്പൻ നമ്മളെ കൈവിടുകയില്ല. യേശു നമ്മളെ കൈവിടുകയില്ല. ആ യേശുവിൻ്റെ മക്കളാണ് നമ്മൾ മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. നമുക്കൊരവകാശമുണ്ട്. ആ അവകാശം ആരും എടുത്തു കളയുവാൻ സാധ്യതയില്ല. പക്ഷേ നമ്മളെ പേടിപ്പിക്കും, നമ്മളെ ഭീതിപ്പെടുത്തും, നമ്മുടെ ജീവിതത്തിൽ പല പ്രതികൂലത്തിൻ്റെതായ തടസ്സങ്ങളെ കൊണ്ടുവരും. അത് കണ്ട് നമ്മൾ ഭീരുക്കളാകരുത്, ഭയന്നു പോകരുത്, നടുങ്ങിപ്പോകരുത്. അതിനപ്പുറമാണ് നമ്മുടെ നന്മകളിരിക്കുന്നത്. നമ്മുടെ അപ്പനത് തരും. അതേ നാം മക്കളെങ്കിൽ അവകാശികളുമാകുന്നു. ഈ വചനം വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.